നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോർ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP. കോടശ്ശേരി മാരാങ്കോടുള്ള വനം വകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങളാണ് താമസം തുടങ്ങിയത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം ആഘോഷിച്ച മലയാളികൾ. തൃശൂരിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. നാടും നഗരവും ഓണാഘോഷത്തിമിർപ്പിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകും. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തും. വീഴ്ച വന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നല്ല സമീപനം ഉണ്ടാകണം. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം സൂക്ഷിക്കണമെന്നും DGP വ്യക്തമാക്കി. തിരുവോണ ദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോർ സമരം നടത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വേറിട്ട സമരം. വിഷയത്തിൽ കുറ്റാരോപിതരായ 4 പോലീസുകാരുടെ മുഖംമൂടിയും വേഷവും ധരിച്ചെത്തിയ പ്രവർത്തകരെ പ്രതീകാത്മകമായി ചാട്ടവാറിനടിച്ചും തുടർന്ന് അപായ സൂചനാ ബോർഡ് നിരത്തി കൊലച്ചോറ് ഉണ്ണിച്ചുമായിരുന്നു പ്രതിഷേധം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ DIG ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രശ്നമാണോ? നിങ്ങൾ പറയണം, നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങൾ പറയുന്നു, വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുടെ പിന്തുണ കിട്ടാമെന്ന് ന്യൂമാനോ, സുജിത്തോ, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ 4 പോലീസ് സേവന്മാരുണ്ടല്ലോ, അവർ തീരുമാനിച്ചാൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും സർവീസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അവർ ചെയ്ത ദ്രോഹത്തിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജോഫിൻ ജോഷി, ഷെറിൻ തേവർമഠം തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർന്നും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നത്. TCV തൃശൂർ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കസ്റ്റഡി മർദ്ദനത്തിനിരയായ VS സുജിത്തിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ ഇല്ലാത്ത സമരം കേരളം കാണും. സർക്കാരിന്റെ നടപടി കാത്തിരിക്കുകയാണ്. സമരത്തിന്റെ രൂപം മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും വെല്ലുവിളിക്കാറുമില്ല, ഇങ്ങനെ പറയാറുമില്ല, ഇങ്ങനെ ചെയ്യുന്ന ആളല്ല ഞങ്ങൾ. ഇത് സഹി എടുത്തിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാക്കി വേഷം ധരിച്ച് ജോലി ചെയ്യില്ല, ഇത്രയുള്ളൂ. അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയത്
ഞങ്ങളല്ല, ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. ഈ കോടതി ഞങ്ങൾ തയ്യാറായി ഈ കാര്യത്തിൽ. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര. ഇനി ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എത്ര വലിയ കൊലപാതകികൾ, ക്രിമിനലുകൾ, ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. അവരോടൊന്നുമില്ല പോലീസിന്. കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ എന്തിന്റെ ക്രിമിനൽ കുറ്റം ചെയ്തോ, കൊലക്കുറ്റം ചെയ്തോ, ഡ്രഗ് അബ്യൂസ് ചെയ്തോ, എന്തിനാണ് ഒരു ക്ലബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്, ക്ലബിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷർട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി, ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക, ക്യാമറയുടെ മുമ്പിൽ വെച്ചും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരം. അതുകൊണ്ട് എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ്, നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത്, അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും. അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങൾ കോടശ്ശേരി മാരാങ്കോടുള്ള വനംവകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. നിരവധി കുടുംബങ്ങൾ ഇനിയും ഇവിടെ എത്തി താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആദിവാസി ക്ഷേമസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന വീരാൻകുടി, അരേക്കാപ്പ് എന്നിവിടങ്ങളിലെ കുടുംബങ്ങളെ മാരാങ്കോട് വനഭൂമിയിൽ പുനരധിവസിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ അനുമതി നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടെ താമസത്തിനെത്തിയ കുടുംബങ്ങളെ 2 മാസം മുൻപ് ചാലക്കുടി DFO തിരിച്ചയച്ചിരുന്നു. ഇതേ തുടർന്നാണ് AKS ജില്ലാ പ്രസിഡന്റ് വിജയലക്ഷ്മി, സംസ്ഥാന സമിതി അംഗം തിലകമണി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ ആദിവാസികൾ മാരാങ്കോടെത്തി കുടിൽ കെട്ടിയത്. വലിയൊരു പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ ഒന്നും ചെയ്തില്ല. അത് പാർട്ടിയുടെ പിന്തുണയും നമ്മുടെ സർക്കാരിന്റെ സപ്പോർട്ടാണ്. സർക്കാർ എടുത്ത തീരുമാനം, അതിന് പാർട്ടി ഐക്യകണ്ഠേന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ആയതുകൊണ്ടാണ് നമുക്കിന്ന് ഈ നിലയിൽ സന്തോഷമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ പൂക്കളവും ഓണക്കോടിയും വിഭവസമൃദ്ധമായ സദ്യവട്ടങ്ങളും ഒരുക്കി മലയാളികൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ തിരുവോണം ആഘോഷിച്ചു. മലയാളികളുടെ ഗൃഹാതുരമായ ഒരു ഓർമ്മ കൂടിയാണ് തിരുവോണം. കാർഷിക സമൃദ്ധിയുടെയും നിറവിന്റെയും നാളുകളാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും. തുമ്പയും തുളസിയും മുക്കുറ്റിയുമൊക്കെ നിറഞ്ഞ തൊടികളും വീട്ടുമുറ്റങ്ങളും ഏറെക്കുറെ അന്യമായെങ്കിലും മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിച്ച് പൂക്കളമൊരുക്കിയും ഒത്തൊരുമിച്ചും മലയാളികൾ ഓണത്തെ ചേർത്ത് പിടിക്കുന്നത് പതിവാണ്. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിലാണ്. ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വടക്കുംനാഥന്റെയും പുലിക്കളിയുടെയും വർണ്ണപ്പൂക്കളമാണ് വടക്കുംനാഥ ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയത്. തിരുവോണ ദിവസം റെഡിമെയ്ഡ് സദ്യ വാങ്ങാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. മുൻപൊക്കെ നഗരപ്രദേശങ്ങളിലായിരുന്നു ഇൻസ്റ്റന്റ് ഓണസദ്യയെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും വ്യാപകമായി. ഫ്ളാറ്റുകളുടെയും മറ്റും എണ്ണം വർദ്ധിച്ചതോടെ 5 പേരുടെ ഓണസദ്യ കിറ്റിന് വൻ ഡിമാൻഡായിരുന്നു. ഓർഡർ അനുസരിച്ച് കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം വീട്ടിലെത്തും. കറികളുടെ എണ്ണത്തിനനുസരിച്ച് ഇൻസ്റ്റന്റ് സദ്യയ്ക്കും വില കൂടും. നെല്ലങ്കര ശ്രീദുർഗ കലാക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 51ാമത് ദേശക്കുമ്മാട്ടി മഹോത്സവം വർണ്ണാഭമായി. ഘോഷയാത്രയ്ക്ക് തള്ള, ഹനുമാൻ, കാട്ടാളൻ തുടങ്ങിയ കുമ്മാട്ടികളും ഫാൻസി ഡ്രസ്, നിശ്ചല ദൃശ്യങ്ങൾ, നാദസ്വരം, ബാൻഡ്, തമ്പോലം എന്നിവയും അകമ്പടിയായി. പരമ്പരാഗത രീതിയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തിച്ച പുല്ലുകൾ വെച്ച് അലങ്കരിച്ച കുമ്മാട്ടിക്കൂട്ടങ്ങളാണ് അണിനിരന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വക്കാലക്ക നന്ദിലക്ക് ചിമാത്തിൽ
റോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടു താഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ നാലോണ നാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പുലിക്കളി ചമയ പ്രദർശനത്തിന് ബാനർജി ക്ലബിൽ തുടക്കമായി. ലോകമുള്ളിടത്തോളം കാലം തൃശൂരിനെ അടയാളപ്പെടുത്തുന്ന കലാരൂപമായ പുലിക്കളിയെ നിലനിർത്താൻ രാഷ്ട്രീയത്തിനതീതമായി തൃശൂർ കോർപ്പറേഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. പുലിക്കളി മഹോത്സവം കൂടുതൽ ഭംഗിയായി നടത്തുന്നതിനായി 75 ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ ചെലവഴിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടൻകുളങ്ങര ദേശം, നായ്ക്കനാൽ പുലിക്കളി സമാജം, ചക്കാമുക്ക് ദേശം, സീതാറാം മിൽ ദേശം, വെളിയന്നൂർ ദേശം, യുവജന സംഘം പുലിക്കളി സമിതി വിയൂർ, പാട്ടുരായ്ക്കൽ ദേശം, ശങ്കരംകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം എന്നീ 9 പുലിക്കളി സംഘങ്ങളുടെ പുലിക്കളി ചമയങ്ങളാണ് ഞായറാഴ്ച വരെ തുടരുന്ന ചമയ പ്രദർശനത്തിലുള്ളത്. ഇത്തവണ ചമയ പ്രദർശനത്തിന് സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവോണ നാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഗുരുവായൂരപ്പന് ഓണക്കോടി സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യമണഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞു. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഓണനാളുകളിൽ 1 മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യം ഒരുക്കിയത് ഭക്തർക്ക് അനുഗ്രഹമായി. വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. VIP ദർശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും പ്രത്യേകതയായി. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. 10,000 പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി 9 മണിയോടെ സദ്യ ആരംഭിച്ചു. കാളൻ, ഓലൻ, പപ്പടം, കൂട്ടുകറി, പഴംപ്രഥമൻ, മോര്, കായവറവ്, അച്ചാർ, പുളിഞ്ചി എന്നീ വിഭവങ്ങളാണ് സദ്യയിൽ നൽകിയത്. ഉത്രാടം നാളിൽ കണ്ണന് കാഴ്ചക്കുലയായി ലഭിച്ച നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴപ്രഥമൻ തയ്യാറാക്കിയത്. കാണിക്കപ്പഴം കൊണ്ടുള്ള നുറുക്കും പഴപ്രഥമനും ഭഗവാന് നിവേദിച്ചു.
24 ലക്ഷം രൂപയാണ് ഓണാഘോഷ ചടങ്ങിന് വേണ്ടി ദേവസ്വം നീക്കിവെച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. നബി ജീവിതത്തിലൂടെ പകർന്നു നൽകിയ പങ്കുവയ്ക്കലിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃകയിൽ വിവിധയിടങ്ങളിൽ അന്നദാനം നടന്നു. പ്രവാചക കീർത്തനങ്ങളായ മൗലീദ് സദസ്സുകളും നബി സന്ദേശ പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ജില്ലയിലുടനീളം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും നബിദിന റാലിയും നടന്നു. ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ നബിദിന റാലിക്ക് കൊഴുപ്പേകി. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിലുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും ജീവനക്കാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ദുർഗന്ധം മൂലം വലയുകയാണ്. സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ശുചിമുറി ആവശ്യങ്ങൾക്കായി മറ്റു സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ഓഫീസ് ജീവനക്കാരി സിന്ധു സുഗു നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ടും കാര്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കംഫർട്ട് സ്റ്റേഷനിൽ കൂട്ടിയിട്ട നിലയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളും കംഫർട്ട് സ്റ്റേഷനിലെത്തുന്ന ആളുകളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ വഴിയിൽ തള്ളിയിരിക്കുകയാണ്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നടപടികൾ എടുക്കുന്നില്ലെന്നും വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃപ്രയാർ കനോലി കനാലിൽ ജലോത്സവം സംഘടിപ്പിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ്, MR ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. BJP ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. റിസർവ് ബാങ്ക് നടപടി നേരിട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ കാട്ട്ല അധ്യക്ഷത വഹിച്ചു. കൃപേഷ് ചെമ്മണ്ട, സന്തോഷ് ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് 826.38 കോടിയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. ഉത്രാടം നാളിൽ മാത്രം ബെവ്കോ ഷോപ്പുകൾ വഴി വിറ്റത് 137 കോടി രൂപയുടെ മദ്യമാണ്. 2024 126 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. 1.46 കോടിയുടെ മദ്യം വിറ്റ കരുനാഗപ്പള്ളി ബെവ്കോ കൗണ്ടർ ഒന്നാം സ്ഥാനത്തെത്തി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണ നാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം 12 സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന വലിയ പറമ്പിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലെ ഡ്രൈവർ SN പുരം ആല സ്വദേശി തോട്ടാശ്ശേരി വീട്ടിൽ സുജിത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ബസ്സിടിച്ച് ചാവക്കാട് കടപ്പുറം സ്വദേശി മുഹമ്മദ് അനസ് മരിച്ചത്. ബസ് ഡ്രൈവർക്കെതിരെ കുറ്റകരമായ നരഹത്യക്കുള്ള വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപക ദിനത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളിലാണ് പഴഞ്ഞി മൂലേപ്പാട്ട് സ്വദേശികളായ ജോബൂട്ടി മേരി രാജി ദമ്പതികൾ. പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇവർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചത്. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ 3 പതിറ്റാണ്ട് നിറഞ്ഞുനിന്ന ഓർമ്മകളുടെ ക്ലാസ് മുറികളിലാണ് ജോബൂട്ടിയും മേരി രാജിയും. വിദ്യാർത്ഥികളെ ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ പിന്നീട് ജീവിത പങ്കാളികളായി മാറി. അതേ സ്കൂളിൽ തന്നെ ഇരുവരും അധ്യാപകരെ സേവനമനുഷ്ഠിച്ചതും അപൂർവതയായി. 1976 പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ബയോളജി അധ്യാപകനായി ജോബൂട്ടി ജോലിയിൽ പ്രവേശിക്കുന്നത്. 31 വർഷത്തെ സേവനത്തിനു ശേഷം 2007 വിരമിച്ചു. മക്കളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഞങ്ങൾ തന്നെ പോഷിപ്പിച്ച് കൊണ്ടാക്കണം എല്ലാ കാര്യത്തിനും. ഇനിയിപ്പോ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കണതും ഒക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാം എത്തിച്ചേരുള്ളൂ. ഒരു കാര്യത്തിന് ഇപ്പോഴും ഇറങ്ങണ്ട. വലിയ സന്തോഷമാവില്ല. അവരെ പറയാനാണ് 100 നാവ് എന്ന് പറയില്ലേ. 1981 കണക്കധ്യാപികയെ മേരി രാജിയും പെങ്ങാമുക്ക് സ്കൂളിലെത്തി. 34 വർഷം കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ ടീച്ചർ 2015 വിരമിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് നഗറിലെ വീട്ടിൽ പൂന്തോട്ട പരിപാലനവുമായി ഇരുവരും വിശ്രമ ജീവിതത്തിന് നിറം പകരുന്നു. സുദീർഘമായ അധ്യാപക ജീവിതത്തിന്റെ സമ്പാദ്യമായി കിട്ടിയ 100 കണക്കിന് ശിഷ്യർ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ തേടി ഇപ്പോഴും എത്തുന്നു. ആ സ്നേഹസ്മരണകൾ തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ജോബൂട്ടി മാഷിനും മേരി രാജി ടീച്ചർക്കും കരുത്തു പകരുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂരിലെ ഒരു കൂട്ടം അധ്യാപകരുടെ കലാകൂട്ടായ്മയായ ഇടമലക്കുടി ക്രിയേഷൻസ് ഓണം പശ്ചാത്തലമാക്കി ഒരുക്കിയ സംഗീത ആൽബം ഓണത്താർ പൊന്നോണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. വടക്കൻ മലബാറിന്റെ തെയ്യം, കൂത്ത് സങ്കല്പങ്ങളിൽ മാവേലിയെ പ്രതിനിധീകരിക്കുന്ന ഓണത്താർ, വീട്ടിലെ ഓണാഘോഷങ്ങൾ, കലാരൂപങ്ങൾ, കേരളത്തിന്റെ പ്രകൃതി രമണീയത തുടങ്ങിയവ സമന്വയിപ്പിച്ചാണ് ഓണാവിഷ്കാരമായി ഒരുക്കിയിരിക്കുന്നത്. മറയൂർ, ഉന്നതിക്കുടി, മൂന്നാർ, തളിപ്പറമ്പ്, മേലൂർ, തൃപ്പൂണിത്തറ, തൃശൂർ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച ഈ ഗാനാൽബത്തിൽ ഓണാഘോഷങ്ങളിലെ വൈവിധ്യവും ദൃശ്യമികവും ആസ്വാദകരിലേക്ക് മികച്ച കാഴ്ചാനുഭവമായി സന്നിവേശിക്കപ്പെടുന്നു. ജസ്റ്റിൻ തോമസ് സംവിധാനം ചെയ്ത ഈ സംഗീതാൽബത്തിൽ വിശ്വമിത്രയുടെ വരികൾക്ക് ഈണം നൽകിയത് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മനാണ്. സുനിൽ പെരുമ്പാവൂറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അരുൺകുമാർ അടിമാലി ക്യാമറയും അഭിനന്ദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. കാട്ടിലെ മുക്കുറ്റി ഇത്തിരി പൊന്നിന്റെ കമ്മലിട്ട്, ഇത്തിരി പൊന്നിന്റെ കമ്മലിട്ട് ചാന്താടും. വ്യാജ ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണം അയച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് മൊബൈൽ ഫോൺ വാങ്ങി തട്ടിപ്പ് നടത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി എള്ളുംപറമ്പിൽ അഹമ്മദിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. തുടർച്ചയായ മഴ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് ഇതിന് കാരണം. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിനു കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കോടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് 40 ടണ്ണോളം പച്ചക്കറിയായിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് 9 ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞാൽ ശരിക്ക് ഒന്നും ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഒരു
8 ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ സമുദ്രത്തിൽ വന്നത്. കഴിഞ്ഞ വർഷം 40 ടൺ ഉണ്ടായവർക്ക് വെറും 8 ടണ്ണായിട്ട് മാറി. അപ്പം 32 ടണ്ണിൻ്റെ ഷോർട്ടാണ് ഇവിടെ നൽകുന്നത്. ഉള്ള പച്ചക്കറി പിന്നെ നമ്മൾ കുറപ്പ് വഴി തൃശ്ശൂർ DCP വഴി നമ്മൾ കയറ്റി കൊണ്ടുപോയി. അത് വളരെ ഒരു ജനങ്ങൾക്ക് കർഷകർക്കൊരു ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത്. ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചുപോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപ്പാദനത്തെ ബാധിച്ചു. മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന, മയിൽ, മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. മുൻവർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറി പോയിരുന്നത്. ഇതിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത്. ഉൽപാദനം കൂടുന്നതിനനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ വന്നതിനാൽ മുൻവർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ VFPCK സമിതിയാണ് മറ്റത്തൂരിലേത്. TCV ന്യൂസ്, കൊടകര. കൈപിടിച്ച് നടത്താൻ അച്ഛനമ്മമാർ ഇല്ലാത്ത പിഞ്ചു ബാല്യങ്ങൾ, കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ വയോജനങ്ങൾ തുടങ്ങിയവർക്ക് കഴിഞ്ഞ 25 വർഷമായി അവരുടെ അവധിക്കാലം കളറാക്കുകയാണ് സാൻഡി ഡേവിഡ്. ഇത്തവണ ഒഴിവുകാലത്ത് ഓർഫനേജുകളിൽ നിന്നും വീടുകളിലേക്ക് ആരും കൊണ്ടുപോകാനില്ലാതെ വീൽചെയറിന്റെ ലോകത്ത് ഒറ്റപ്പെട്ടു പോയവർക്കാണ് വിനോദയാത്ര ഒരുക്കിയത്. പറപ്പൂർ സ്വദേശിയും അധ്യാപകനുമായ ചിറ്റിലപ്പള്ളി വീട്ടിൽ സാൻഡി ഡേവിഡും ഭാര്യ ലിജിയും കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്. എല്ലാ വർഷവും ഇവരുടെ 1 മാസത്തെ ശമ്പളം മാറ്റിവെച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിരുന്നത്. ഇത്തവണ ഇവരുടെ 25ാമത്തെ വിവാഹ വാർഷിക ദിനത്തിലാണ് വീൽ ചെയറിൽ കഴിയുന്നവരുമായി ഓണം വിനോദയാത്ര സംഘടിപ്പിച്ചത്. അത്താണി പെരിങ്ങണ്ടൂർ പീസ് ഹോമിലെ വീൽ ചെയറിൽ കഴിയുന്ന 30 പേരുമായാണ് ഇവർ ഓണം വിനോദയാത്ര നടത്തിയത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് പള്ളി, ചെറായി ബീച്ച്, അഴീക്കോട് സെന്റ് തോമസ് തീർത്ഥകേന്ദ്രം, വല്ലാർപാടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് സാൻഡിയുടെ നേതൃത്വത്തിലുള്ള വിനോദയാത്രാ സംഘം എത്തിയത്. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഇവർക്കായി ഒരുക്കിയിരുന്നു. ഡോക്ടർ ബെന്നി ജോസഫ്, ഫാദർ ജോൺസൺ അന്തിക്കാട്, ഫാദർ ജോൺസൺ ചാലിശ്ശേരി, ഫാദർ അനീഷ്, ജെയിംസ് ചിറ്റിലപ്പള്ളി, മദർ സുപ്പീരിയർ ആലീസ്, സിസ്റ്റർ ഷീല, സിസ്റ്റർ എൽസി തുടങ്ങിയവരും വിനോദയാത്രയിൽ പങ്കെടുത്തു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകനും പൊതുപ്രവർത്തകനുമായ M. പീതാംബരൻ മാസ്റ്ററെ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ആദരം നിർവഹിച്ചു. ചടങ്ങിൽ മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, KN നാരായണൻ, K. ഗോപാലകൃഷ്ണൻ, സന്തോഷ് കോലഴി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9795 രൂപ, പവന് 78,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോർ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP. കോടശ്ശേരി മാരാങ്കോടുള്ള വനം വകുപ്പ് ഭൂമിയിൽ കുടിൽക്കെട്ടി താമസം തുടങ്ങി. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങളാണ് താമസം തുടങ്ങിയത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം ആഘോഷിച്ച മലയാളികൾ. തൃശൂരിൽ നാലോണ നാളിൽ നടക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി.
നാടും നഗരവും ഓണാഘോഷത്തിനൊരു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.